ഹലോ അസ്സാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അങ്ങനെ കുറേ ദിവസത്തിന് ശേഷം ഞാൻ എൻ്റെ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ തിരിച്ചെത്തിയിട്ടുണ്ട് കേട്ടോ. സോ അവിടെ എത്തി കുറച്ച് ദിവസമൊക്കെ കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഒരു വീഡിയോ എടുക്കുന്നത്. അപ്പോൾ ഈ ഒരു ദിവസത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, ഈ ഒരു സെയിം ഡേ ആണ് എൻ്റെ ഉപ്പച്ചിയും അനിയത്തിയും ഒക്കെ നമ്മുടെ വീടൊക്കെ പെയിൻ്റ് അടിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ എന്നാൽ പിന്നെ ഇന്നൊരു ഡേ ഇൻ മൈ ലൈഫ് തന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ച് അങ്ങനെ മോർണിംഗിൽ തന്നെ ഞാൻ നേരത്തെ കാലത്തെ എൻ്റെ പരിപാടികളൊക്കെ ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. ഇന്നത്തെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യൽ വന്നിട്ട് പാലപ്പവും അതേപോലെ തന്നെ മമ്പയർ കറിയൊക്കെ ആയിരുന്നേ. അപ്പോൾ അതാ പാലപ്പൊക്കെ ഓരോന്നായിട്ട് ഞാനിവിടെ ചുട്ടുകൊണ്ടിരിക്കുവാണ്. അതിൻ്റെ ഇടയിൽ കൂടെ നമ്മുടെ നിഷാപ്പി വന്നിട്ട് ചായ കുടിക്കൂല, അപ്പോൾ ആൾക്ക് ഹോർലിക്സ് ആണ് ഉണ്ടാക്കൽ. അപ്പോൾ ഒരു ഗ്ലാസ് ഞാനും കൂടെ അങ്ങോട്ട് കുടിക്കാമെന്ന് വിചാരിച്ച് അങ്ങനെ എനിക്കുള്ള ഹോർലിക്സൊക്കെ ഞാൻ എടുത്ത് ഒഴിക്കണുണ്ട് കേട്ടോ. അത് രാവിലെ ഒന്നിക്കൽ ചായ കിട്ടണം, അല്ലാന്നുണ്ടെങ്കിൽ ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒന്ന് കിട്ടിയാൽ തന്നെ ഞാൻ ഹാപ്പിയാണ്. ഒരു പ്രത്യേക ഉഷാറാണ് കേട്ടോ. അതിൻ്റെ ഇടയിൽ കൂടെ ബേക്കറിയും കൂടെ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡബിൾ ഹാപ്പി എന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ഈ ഒരു സെയിം ഡേ ഉമ്മാക്ക് എങ്ങടോ പോകാനുണ്ടായിരുന്നു. എനിക്ക് എങ്ങടാന്നൊന്നും ഇപ്പോൾ ഓർമ്മയില്ല. ഞാൻ പറഞ്ഞല്ലോ, ഇത് നമ്മൾ മുമ്പ് എടുത്തു വെച്ചിട്ടുള്ളൊരു വീഡിയോ ആണെന്ന്. സോ ഉമ്മ നേരത്തെ കാലത്ത് തന്നെ ഉള്ളി, അങ്ങനത്തെ ഇഞ്ചി, ചെറിയ ഉള്ളി, വെളുത്തുള്ളി, ഇഞ്ചി അതൊക്കെ ഒന്ന് തൊലിച്ച് സെറ്റാക്കി തരാണ് കേട്ടോ. ഹസ്ബൻഡിൻ്റെ അനിയൻ്റെ വൈഫൊന്നും ഇവിടെ ഇല്ല, ഞാനും ഉമ്മയൊക്കെ തന്നെ ഉള്ളൂ. ഐബുട്ടൻ്റെ സമയമായപ്പോഴേക്ക് അവനും എണീറ്റിട്ടുണ്ട്. ഇത്താത്തുള്ളതുകൊണ്ട് തന്നെ അവനെ നോക്കുന്ന ഡ്യൂട്ടി ആൾക്കാണ്. ആ ഒരു സെയിം ഡേ എനിക്ക് പിന്നെ ഒന്നും അറിയണമെന്നില്ല. ഇവർക്ക് സ്കൂളില്ലാത്ത ദിവസത്തെ കാര്യമാണ് കേട്ടോ ഞാൻ പറയുന്നത്. ഐബുട്ടനെയും കളിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു പണി നടക്കത്തില്ല കേട്ടോ. അപ്പം നമ്മളിതാ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നിട്ടുണ്ട്. ഞാനും നിഷും കൂടിയിട്ടാണ് കുടിക്കുന്നത്. ബ്രേക്ക്ഫാസ്റ്റ് സ്പെഷ്യലൊക്കെ ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, നമുക്കിന്ന് പാലപ്പും മമ്പയർ കറിയൊക്കെയാണെന്ന്. അങ്ങനെ അതൊക്കെ കൂട്ടിയിട്ട് നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് അങ്ങ് പാസ്സാക്കി. അതിനുശേഷം നമ്മൾ നേരെ ഫുഡിൻ്റെ പരിപാടിയിലോട്ട് കിടക്കുകയാണ്. ഫുഡ് ഇന്ന് ഇച്ചിരി സ്പെഷ്യലാണ്. നമ്മൾ തേങ്ങാച്ചോറും ചിക്കൻ കറിയൊക്കെ ഉണ്ടാക്കുന്നുണ്ട്. ഇന്ന് ഉപ്പച്ചിയും അനിയത്തിയൊക്കെ ഉണ്ട് ലഞ്ച് കഴിക്കാൻ വേണ്ടിയിട്ട്. അവരിങ്ങോട്ട് വരല്ല, നമ്മൾ അങ്ങോട്ട് കൊണ്ടുപോയി കൊടുക്കുകയാണ് ചെയ്യുന്നത്. പപ്പടം പൊരിക്കലും കറി ഉണ്ടാക്കലും ഒക്കെ നടക്കുന്നുണ്ട് കേട്ടോ. ഇത് വന്നിട്ട് ഞാൻ ട്രൈപോഡ് കാര്യങ്ങളൊന്നും കൊടുത്തിട്ടില്ല. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള ആ ഒരു ഷെയ്ക്കൊക്കെ നമ്മുടെ വീഡിയോക്കകത്ത് എന്തായാലും ഉണ്ടാവും. നമ്മുടെ ഫുഡ് ഉണ്ടാക്കുന്ന പരിപാടിയും ഏറെക്കുറെ തീരുമാനമായി തുടങ്ങിയിട്ടുണ്ട്. ചിക്കൻ കറിയൊക്കെ അത് അവിടെ തിളച്ചുകൊണ്ടിരിക്കണുണ്ട്. ചോറ് പിന്നെ ഓൾറെഡി സെറ്റ് ആയിട്ടുണ്ടായിരുന്നു. പപ്പടവും നമ്മൾ ആദ്യം തന്നെ ആക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിഞ്ഞ് ക്ലീനിങ്ങും പിന്നെ നമ്മുടെ കുളിക്കലും കുഞ്ഞപ്പൻ്റെ കുളിക്കലും അങ്ങനെ എല്ലാം കഴിഞ്ഞതിന് ശേഷം പോവാൻ വേണ്ടിയിട്ട് റെഡി ആയിരിക്കുവാണ് കേട്ടോ. കുഞ്ഞപ്പനെ പുതിയ ഡ്രസ്സൊക്കെ ഇട്ട്, പുതിയ ഡ്രസ്സൊന്നല്ല, ജസ്റ്റ് ഇതൊക്കെ മതിയല്ലോ, അവിടെ അങ്ങ് പോയി വരാനല്ലേ ഉള്ളൂ. അപ്പോൾ അതൊക്കെ ഇടിപ്പിച്ച് ഇത് അവിടെ സുന്ദര കുട്ടപ്പനാക്കി വെച്ചിട്ടുണ്ട്. അങ്ങനെ ഫുഡ് കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്തതിന് ശേഷം നമ്മളിതാ പോകാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട്. നിഷു നേരത്തെ കാലത്ത് തന്നെ പോയിട്ടുണ്ട് കേട്ടോ. ആൾക്കിന്നൊരു കല്യാണം ഉണ്ട്, അതായത് എൻ്റെ കെട്ടിയോനെ. അപ്പോൾ കൂട്ടത്തിൽ നമ്മളെ അങ്ങോട്ട് ആക്കി തരാമെന്ന് പറഞ്ഞ് അങ്ങനെ നമ്മൾ അവിടെ എത്തിയിട്ടുണ്ട്. ഇവിടെ ദാപ്പച്ച് നല്ല തകൃതിയായിട്ടുള്ള പെയിൻ്റ് അടിക്കലാണ് കേട്ടോ. ഈ ഒരു റൂം മൊത്തം ഏറെക്കുറെ കഴിഞ്ഞിട്ടുണ്ട്. അതായത് ഫസ്റ്റ് കോട്ടിൻ്റെ കാര്യമാണ് ഞാൻ പറയുന്നത്. അപ്പോൾ അതൊക്കെ ആക്കി വെച്ചിട്ടുണ്ട്. ഇത് വന്നിട്ട് നമ്മുടെ നിഷാപ്പിയുടെ റൂമാണ്. നമുക്ക് മൊത്തം 2 ബെഡ്റൂമാണ് വരുന്നത്. ഇത് വന്നിട്ട് ഫസ്റ്റ് റൂമാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു റൂം നമ്മൾ ഓൾറെഡി പറഞ്ഞ് സെറ്റാക്കി വെച്ചിട്ടുള്ളത് നിഷുവിനാണ്. അങ്ങനെ ആളുടെ റൂമിൻ്റെ സീലിങ്ങും ചുമരും ഏകദേശം ഏറെക്കുറെ തീരുമാനമാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് നമ്മുടെ കിച്ചണാണ്. ഇവിടേക്കൊന്നും എത്തിയിട്ടില്ല. ആദ്യം ജസ്റ്റ് ഫസ്റ്റിൽ ആ ഒരു റൂം ഉണ്ടല്ലോ, അതാണ് ഇപ്പം അടിക്കണത്. അപ്പോൾ ഇവിടെ കിച്ചൺ ഉണ്ട്. ഇവിടെ പുറത്ത് നമ്മുടെ വേസ്റ്റ് കുഴി, അതേപോലെ തന്നെ ബാത്റൂമിൻ്റെ ആ ഒരു കുഴി കാര്യങ്ങൾ അങ്ങനത്തെ ഓരോന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുവാണ് കേട്ടോ. അപ്പോൾ അതും കൂടെ ജസ്റ്റ് നിങ്ങളെ കാണിച്ചു എന്നുള്ളൂ. പുറത്തേക്ക് ഇങ്ങനെ കിച്ചണിൻ്റെ പുറത്തോട്ടായിട്ട് കുറച്ച് സ്ഥലം വരുന്നുണ്ട്. അപ്പോൾ മൊത്തത്തിലൊരു ഹോം ടൂറൊക്കെ ഞാൻ വിചാരിച്ചതായിരുന്നു. ഇനി ഇൻഷാ അല്ലാ വീടൊക്കെ റെഡിയാക്കി സെറ്റാക്കിയതിന് ശേഷം നല്ല ഡീറ്റെയിൽഡ് ആയിട്ട് തന്നെ ഞാൻ കാണിക്കുന്നതായിരിക്കും. ഇത് വന്നിട്ട് നമ്മുടെ ഹോളാണ്. ഹോളിലും തന്നെ ആകെ മൊത്തം ഡിസോർഡറായി കിടക്കുവാണ്. പെയിൻറ്റിൻ്റെ ആ ഒരു ബക്കറ്റ് കാര്യങ്ങൾ, പിന്നെ അല്ലാത്ത കുറേ ടൈൽസിൻ്റെ ചട്ടകൾ മറ്റ് അങ്ങനെ കുറേ മൊത്തത്തിൽ ഡിസോർഡറായി കിടക്കുകയാണ് കേട്ടോ. നമ്മൾ വീട്ടിൽ നിന്ന് പോന്നിട്ട് കുറച്ച് ദിവസം ആയിട്ടുണ്ടായിരുന്നേ. അപ്പോൾ ഐബുട്ടനെ കണ്ട സന്തോഷത്തിലാണ് നമ്മുടെ നിഫ്രുകുട്ടന്. അങ്ങനെ നിഷും ഐബുട്ടനും നിഫ്രുകുട്ടനും കൂടിയിട്ട് നല്ല അടിപൊളിയായിട്ട് അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ഇങ്ങോട്ട് വന്നപ്പോൾ തന്നെ ഏകദേശം ഒരു 1 o'clock ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ ഫുഡ് ടൈമൊക്കെ ആയിട്ടുണ്ട്. അങ്ങനെ എത്തി കുറച്ച് സമയം കഴിഞ്ഞതിന് ശേഷമാണ് നമ്മളെല്ലാവരും കൂടെ ഇരുന്ന് ഫുഡൊക്കെ കഴിക്കാൻ വേണ്ടിയിട്ട് ഇരുന്നത്. ഇത് വന്നിട്ട് നമ്മൾ കിച്ചണിലാണ് ഇരുന്നത് കേട്ടോ. അപ്പോൾ അവിടെ ജസ്റ്റ് ഇങ്ങനെ ഒരു ചട്ടയൊക്കെ വിരിച്ച് നല്ല സെറ്റാക്കി നമ്മളെല്ലാവരും കൂടി ഇരുന്നിട്ട് ഫുഡൊക്കെ കഴിക്കാനിരിക്കുവാണ്. നിഫ്രുകുട്ടൻ നല്ല ഫോൺ കാണലാണ്. അത് പിന്നെ മസ്റ്റാണല്ലോ. ഫുഡ് കഴിക്കണം എന്നുണ്ടെങ്കിൽ ഫോൺ അങ്ങോട്ട് കിട്ടുക തന്നെ വേണം.
പിന്നെ അത് അവിടെ നിഷു ഉണ്ട്, ഉപ്പച്ചിയുണ്ട്, അനിയത്തിയുണ്ട്, ഞാനുണ്ട്. അങ്ങനെ ഞങ്ങളെല്ലാവരും കൂടിയിട്ട് ഫുഡ് കഴിക്കുകയാണ് കേട്ടോ. ഐബുട്ടന് ഈ സമയത്തൊക്കെ ഉറങ്ങാണ്. മുകളിൽ ഒരു ഹിഡൻ സ്പേസ് ഉണ്ട് നമുക്ക് വീടിൻ്റെ. സോ അവിടെയാണ് നമ്മുടെ ഐബുട്ടനൊക്കെ കിടക്കുന്നത്. ഈ പെയിൻറ്റിങ്ങിൻ്റെ സ്മെല്ല് കാര്യങ്ങളൊന്നും കിട്ടണ്ടെന്ന് കരുതിയിട്ട് ആൾ അവിടെയാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. നമ്മുടെ വീടിൻ്റെ പുറകുവശത്തായിട്ട് ഇതാ ബേക്കറി കമ്പനിയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അവിടെ അവരുടെ കിച്ചണും നമ്മുടെ കിച്ചണും ഒക്കെ എങ്ങനെ എന്താ പറയുക, മുഖത്തോട് മുഖം നോക്കിയിരിക്കുക എന്ന് പറയില്ലേ, അതുപോലെയാണ് കിടക്കുന്നത്. ഇതാണ് കേട്ടോ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു ഹിഡൻ സ്പേസ്. അപ്പോൾ ഏകദേശം ഇപ്പോൾ ഒരു ഈവനിങ് ഒക്കെ ആയി തുടങ്ങിയിട്ടുണ്ട്. നമ്മൾ മൊത്തത്തിൽ ഇങ്ങോട്ട് കവർ ചെയ്തിട്ടില്ല. ഇങ്ങനെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ ഞാൻ ഷൂട്ട് ചെയ്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ പെയിൻ്റ് അടിക്കലും ഇവിടെ ഐബുട്ടനെ നോക്കലും അവൻ്റെ ഇരുത്തിരിക്കലും അങ്ങനെ എല്ലാം കൂടി ആകുമ്പോൾ അങ്ങനെ ഡീറ്റെയിൽഡ് ആയിട്ടൊന്നും വീഡിയോ എടുക്കാൻ പറ്റത്തില്ല. അപ്പോഴേക്ക് നമ്മുടെ നവാസാക്ക് എത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാവർക്കും ഉള്ള ജ്യൂസും അതേപോലെ തന്നെ കുറച്ച് പൊരിക്കടികളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നേ. ഉള്ളിവട ഉണ്ടായിരുന്നു. അതേപോലെ തന്നെ നമ്മുടെ ഈ ഒരു സംഭവം ഉണ്ടല്ലോ ഫ്രൂട്ടി, അത് ചില സമയത്ത് ഒരു സാധനത്തിൻ്റെ പേര് മര്യാദയ്ക്ക് കിട്ടില്ല. അപ്പോൾ അങ്ങനെ ഫ്രൂട്ടി ഉണ്ടായിരുന്നു. അതേപോലെ ഉള്ളിവടയും സുഖിയനും അങ്ങനെ എല്ലാം കൂടെ കൂട്ടിയിട്ട് നമ്മളെല്ലാവരും കൂടെ കുടിച്ച്. ചായൻ്റെ ആവശ്യമൊന്നും വരുന്നില്ല, അത്യാവശ്യം നല്ല ചൂടാണ്. പിന്നെ ഇവിടെയും തന്നെ നല്ല പറമ്പ് പോലത്തെ സ്ഥലമായതുകൊണ്ട് നല്ല ഓവർ ചൂടാണെന്ന് വേണമെങ്കിൽ പറയാം. അപ്പോൾ ചായ ഒന്നും നടക്കത്തില്ല. സോ നമ്മൾ ജ്യൂസിൽ വെച്ച് അങ്ങ് അഡ്ജസ്റ്റ് ചെയ്ത്. അപ്പോൾ നമ്മുടെ വീട് പണിയുടെ ലാസ്റ്റ് ഘട്ടമാണ് ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഷാ അല്ലാ നമ്മുടെ ഹൗസ് വാമിങ്ങും അതിന് മുന്നുള്ള ഒരുക്കങ്ങളും അങ്ങനെ കുറേ വീഡിയോസൊക്കെ ആയിട്ട് നമ്മൾ ഇനി നെക്സ്റ്റ് വീഡിയോയിൽ വീണ്ടും വരുന്നതായിരിക്കും. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് ലൈക്ക് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ട് എന്നുണ്ടെങ്കിൽ അതും കൂടി അങ്ങ് ചെയ്തേക്കാം കേട്ടോ. ഇൻഷാ അല്ലാ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ഹൗസ് വാമിങ്ങിൻ്റെ വീഡിയോസും അതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള കുറേ കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് ഇനി നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.